ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ചന്ദ്രിക പെട്ടെന്ന് തന്നെ തക്ക സമയത്ത് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുകയാണ്. അതായതെന്ന് പറഞ്ഞാൽ ശ്വാസം കൊടുക്കുകയും അമർത്തുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെയാണ് പെട്ടെന്ന് ജാനകിക്ക് ബോധം വന്നത്. ജാനകി പെട്ടെന്ന് തന്നെ എണീറ്റപ്പോൾ ചന്ദ്രിക പറയാണ്, അമ്മായിക്ക് ഒന്നുമില്ല അമ്മായി. പെട്ടെന്ന് തന്നെ ആരതി പറയാണ്, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് കരുതി ഞങ്ങളൊക്കെ പെട്ടെന്ന് കുറച്ച് സമയത്തേക്ക് പേടിച്ചു പോയി അമ്മേ. ചന്ദ്രിക അടുത്ത് തന്നെ ഇരുന്ന് കൈപിടിച്ചിട്ട് പറയാണ്, അമ്മായിക്ക് ഒന്നും സംഭവിക്കില്ല. ഈശ്വരൻ എപ്പോഴും അമ്മായിയുടെ തുണയായിട്ട് തന്നെ ഉണ്ടാവും. പെട്ടെന്നാണ് ജാനകി ചന്ദ്രികയുടെ കൈ തട്ടി മാറ്റിയത്. അത് മുത്തശ്ശിക്കും മേഘയ്ക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ചന്ദ്രിക വിഷമത്തോടെ മുത്തശ്ശനെ നോക്കുകയാണ്. അത് നമ്മളെ സുന്ദരിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചന്ദ്രിക വിഷമത്തോടെ എണീറ്റ് പറയാണ്, ആരതി, മുത്തശ്ശ, നിങ്ങൾ അമ്മായിയെ നോക്കിക്കോളൂ. ശരി മോളെ മുത്തശ്ശൻ, ഞാൻ ഇറങ്ങാം മുത്തശ്ശ. ചന്ദ്രിക വീണ്ടും കുറച്ച് സമയം അവിടെ തന്നെ നിന്നിട്ട് നോക്കുകയാണ്. അതായത് അമ്മായിയെ വിഷമത്തോടെ നോക്കുകയാണ്. മറ്റുള്ളവരെയൊക്കെ മാറി മാറി നോക്കുകയാണ്. അപ്പോൾ മനോഹരൻ പറയാണ്, നമുക്ക് നോക്കാൻ അറിയാം, വലിയ വന്നിരിക്കുന്നു. അപ്പോഴേക്കും മേഘ അടുത്ത് പോയിരുന്നിട്ട് ചോദിക്കുകയാണ്, അമ്മായിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മനോഹരൻ പറയാണ്, മോളെ ഒന്ന് അടുത്തോട്ടിരിക്കും മോളെ മേഘയോട്. പിന്നെ മുത്തശ്ശൻ പറയാണ്, ആദ്യം അവളെ ആ വീൽ ചെയറിൽ പിടിച്ച് ഒന്ന് ഇരുത്താൻ നോക്ക്. അതെ, മുത്തശ്ശിയും പറയാണ്. അപ്പോൾ തന്നെ വീൽ ചെയറിൽ പിടിച്ചിരുത്തി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുകയാണ്. ആരതി ചോദിക്കുകയാണ്, മതിയോ മോളെ? മതി മോളെ. പിന്നെ മേഘ ചോദിക്കുകയാണ്, അമ്മായി എന്താ സംഭവിച്ചത്? പിന്നെ മേഘയോടും മറ്റുള്ളവരോടുമായിട്ട് ജാനകി പറയാണ്, അയൺ ബോക്സ് എടുത്തതും സ്വിച്ച് ഓൺ ആക്കിയതും അതിൽ തൊട്ടതും തെറിച്ചടിച്ച് വീണതും ഒക്കെ കേട്ട് ആരതി, അയ്യോ. മുത്തശ്ശിയും അത് കേട്ട് ബാക്കിയുള്ള എല്ലാവരും ഷോക്കടിച്ചതുപോലെയായി. ഉടൻ മേഘ പറയാണ്, ആദ്യം ആ അയൺ ബോക്സ് എടുത്ത് ദൂരെ കളയും. പിന്നെ മുത്തശ്ശൻ പറയാണ്, മോളെ, നിനക്ക് നാടിയിടിപ്പോ ശ്വാസമോ ഒന്നുമില്ലാതെ വെറും തടി പോലെ നീ കിടന്നതാ മോളെ. ചന്ദ്രിക വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ വീണ്ടും ജീവനോടെ കാണാൻ പറ്റുമോ എന്നറിയില്ലായിരുന്നു മോളെ. ആ ദൈവം തന്നെയാ മോളെ ചന്ദ്രികയെ തക്ക സമയത്ത് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ജാനകി അപ്പോൾ ഒന്നുമില്ലാതായി. അപ്പം മുത്തശ്ശൻ പറയാണ്, പോയി നന്നായി വിശ്രമിക്കും മോളെ. പിന്നെ മേഘ പറയാണ്, അമ്മായി ആദ്യം പോയി ഒന്ന് സമാധാനമായി റെസ്റ്റ് എടുക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ മുത്തശ്ശിയും പറയാണ്, മോളെ, അതേ മോളെ, ഒന്ന് പോയി റെസ്റ്റ് എടുക്ക്. പിന്നെ മേഘ പറയാണ്, അമ്മായി ആദ്യം പോയി ഒന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. അതേ മോളെ, അതേ ജാനകി എന്ന് മുത്തശ്ശിയും പറയാണ്. പോകാം അമ്മേ. പിന്നെ റൂമിൽ കിടക്കുന്ന ജാനകിക്ക് മേഘ ഫുഡ് കൊണ്ടു കൊടുത്തിട്ട് പറയാണ്, ഇത് കഴിക്കാം അമ്മായി. വേണ്ട മോളെ, ശരീരമൊട്ടാകെ നന്നായിട്ട് വേദനിക്കുന്നു. അതില്ലാതിരിക്കൂ അമ്മായി എത്ര വലിയ ആപത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നിരിക്കുന്നത്. അമ്മായിയെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ എൻ്റെ ശ്വാസം തന്നെ നിന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഭാഗ്യം, സാക്ഷാൽ ഭഗവാൻ അമ്മായിയെ രക്ഷിച്ചു. എനിക്കുള്ള ഒരേ ഒരു ആശ്രയം അമ്മായിയാ. അമ്മായി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആരും ഇല്ലാത്തവളാവും. ഈശ്വരൻ അമ്മായിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. കേട്ട് ജാനകി മേഘയെ ആശ്വസിപ്പിക്കുകയാണ്, ഒന്ന് തഴുകിയിട്ടും നിലവിളിയിട്ടൊക്കെ. അപ്പോൾ മേഘ, അമ്മായി ഇത് കഴിക്ക്. മേഘ അമ്മായിയെ നന്നായിട്ട് ഫുഡ് കഴിപ്പിക്കുകയാണ്. കാരണം മേഘയുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്തകളുണ്ടല്ലോ. അമ്മായി ഇതുകൂടി കഴിക്ക്, മതി മേഘ. അപ്പോഴേക്കും ആരതി വന്നിട്ട് വിളിക്കുകയാണ്, അമ്മേ, ഈ പാല് കുടിക്ക്, നല്ല ചൂടുണ്ട്, സൂക്ഷിച്ച്. പിന്നെ മേഘ പറയാണ്, അമ്മായി എന്താ മോളെ, നടന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കെന്തോ സംശയം തോന്നുന്നു. ഇത്രയും കാലം ഷോക്കടിക്കാത്ത അയൺ ബോക്സിൽ നിന്ന് പെട്ടെന്ന് ഷോക്കടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാരണം എന്തായിരിക്കും? അത് കേട്ടപ്പോൾ ജാനകി ഒന്ന് വല്ലാതായി. അപ്പോൾ വീണ്ടും മേഘ പറയാണ്, അത് ഒരുപക്ഷെ ചന്ദ്രിക തന്നെ അമ്മായിയെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവച്ചതായിരിക്കുമോ? അത് കേട്ട് ആരതിക്ക് നല്ല വിഷമം തോന്നി. ജാനകി പറയാണ്, എന്തായി പറയുന്നേ? എനിക്ക് അവളെയാണ് സംശയം തോന്നുന്നത് അമ്മായി. അവൾ തന്നെ ഷോക്കടിക്കുന്ന രീതിയിൽ അയൺ ബോക്സ് ചെയ്തു വെക്കാലോ. പിന്നെ മേഘ ചന്ദ്രികയെ പറ്റി വളച്ചു കെട്ടി ഓരോന്നും അമ്മായിയോട് പറയാണ്. മേഘയുടെ സംസാരം മുഴുവൻ കേട്ടു ജാനകി. വീണ്ടും മേഘ പറയാണ്, ചന്ദ്രികയെ ആദ്യം ഇവിടെ നിന്ന് പറഞ്ഞയക്കണം, എന്നാലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കൂ. എന്തായാലും കുറച്ച് ശ്രദ്ധയോടെ ഇരിക്കും അമ്മായി. ശരി അമ്മായി കുറച്ച് നേരം റെസ്റ്റ് എടുക്ക്, ഞാനിപ്പോൾ പോയിട്ട് വരാം. പിന്നെ കാണിക്കുന്നത് ചെടികൾക്കൊക്കെ വെള്ളമൊഴിക്കുന്ന ജാനകിയാണ്. ചെടികൾക്ക് പൈപ്പടിച്ച് വെള്ളം ഒഴിക്കുകയാണ് വീൽ ചെയറിൽ തന്നെ ഇരുന്നുകൊണ്ട്. അപ്പോൾ അതുവഴി വരുന്ന ചന്ദ്രിക അത് ശ്രദ്ധിച്ചുകൊണ്ട് വരികയാണ്.
ചന്ദ്രിക അടുത്ത് വന്ന് വിളിക്കുകയാണ്. അമ്മായി, ഇപ്പം ശരീരത്തിനൊക്കെ എങ്ങനെയുണ്ട്? ഭഗവാൻ അമ്മായിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. ഞാൻ ക്ഷേത്രത്തിൽ പോയി അമ്മായിയുടെ പേരിൽ അർച്ചന ചെയ്തിട്ട് വരിക. പ്രസാദം എടുത്തോളൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും അമ്മായിക്ക് നല്ല ദേഷ്യം വന്ന് പൈപ്പൊക്കെ അവിടെ താഴെ ഇട്ടിട്ട് നിനക്ക് എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവില്ലേ? ജാനകി ചന്ദ്രികയോട് ചൂടാകാണ്. അല്ല, നീ എന്തിനാ എൻ്റെ പേരിൽ അർച്ചന ചെയ്യുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞോ? ഒരാളുടെ പേരിൽ അർച്ചന ചെയ്യാൻ അയാളുടെ സമ്മതം വേണമെന്ന് ഇല്ലല്ലോ അമ്മായി. എന്തിനാ ഈ നാടകമൊക്കെ? ഇങ്ങനെയൊക്കെ ചെയ്താൽ എൻ്റെ മനസ്സ് മാറുമെന്ന് നീ വിചാരിച്ചോ? ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഞാൻ നിന്നെ മനസ്സുകൊണ്ടാണ് വെറുത്തത്. നീ എൻ്റെ ചേട്ടൻ്റെ മകളാണെങ്കിലും എനിക്ക് നിന്നോട് ഒരു സ്നേഹമോ വാത്സല്യമോ ഒന്നും ഉണ്ടാവില്ല. നീ എന്നെ രക്ഷിച്ചെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ നല്ല സംശയമുണ്ട്. ഇത്രയും നാളായി ആ അയൺ ബോക്സിൽ നിന്നും ആർക്കും ഷോക്കടിച്ചിട്ടില്ല. ഇപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താ? അത് കേട്ട് ചന്ദ്രിക ഞെട്ടാണ്. കാര്യം ചന്ദ്രികയ്ക്ക് ആദ്യം മനസ്സിലായിട്ടില്ല. അപ്പോൾ ജാനകി വീണ്ടും പറയാണ്, ഒരുപക്ഷേ അയൺ ബോക്സിൽ നിന്നും ഷോക്ക് വരുന്ന രീതിയിൽ നീ എന്തെങ്കിലും ചെയ്തതാണെങ്കിലോ? അതും കൂടി കേട്ടപ്പോൾ ചന്ദ്രിക ഒന്നുകൂടി ഞെട്ടാണ്. ഷോക്കടിച്ച് എൻ്റെ ബോധം പോയപ്പോൾ നീ തന്നെ വന്ന് എന്നെ രക്ഷിക്കുന്ന രീതിയിൽ അഭിനയിച്ചു. എന്തിനാ അമ്മായി ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കങ്ങനെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? എങ്ങനെയും നീ സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കും എന്ന് വെല്ലുവിളിച്ചിട്ടല്ലേ പോയത് എന്നോട്? എന്നെ കൊന്നാൽ അവനെ നിനക്ക് എളുപ്പത്തിൽ കല്യാണം കഴിക്കാലോ. സത്യമായിട്ടും ഞാൻ പറയാം, അമ്മായിയുടെ സമ്മതപ്രകാരം മാത്രമേ ഞാൻ സിദ്ധു സാറിനെ കല്യാണം കഴിക്കൂ. ഇല്ലെങ്കിൽ എൻ്റെ അവസാനം വരെ ഞാൻ ഇങ്ങനെ തന്നെ കഴിയും. എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ എന്നെ വഴക്ക് പറഞ്ഞോളൂ, അടിച്ചോളൂ. പക്ഷേ അമ്മായിയോടുള്ള എൻ്റെ സ്നേഹവും ബഹുമാനവും കള്ളമെന്ന് മാത്രം പറയരുത്. അമ്മായിയെ ഓർത്ത് എനിക്ക് വല്ലാതെ വിഷമമുണ്ട്. സ്വന്തം ചേട്ടനെയും ചേട്ടത്തിയെയും വിശ്വസിക്കാതെ ആ മേഘ പറയുന്നതാണല്ലോ വിശ്വസിക്കുന്നത്. എത്രയും വേഗം ആരാണ് നല്ലവർ എന്ന് അമ്മായിക്ക് ഈശ്വരൻ കാട്ടിത്തരും. അതും പറഞ്ഞ് ചന്ദ്രിക നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലപ്പോഴേക്കും അച്ഛനും അമ്മയും മലരും ചേർന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയെ കണ്ട ആ വിഷമത്തോടെയുള്ള മുഖം കണ്ടിട്ട് മഹേന്ദ്ര സാർ ചോദിക്കുകയാണ്, ചന്ദ്രികയെ, എന്താ ചന്ദ്രികയെ നിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ. അമ്മേ, ഇതാ പ്രസാദം എടുത്തോളൂ. അച്ഛനും മലരനും ഒക്കെ പ്രസാദം തൊട്ടു കൊടുക്കുകയാണ്. എന്നിട്ടും മഹേന്ദ്രൻ സാർ ചോദിക്കുകയാണ്, മോളെ, കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും. പിന്നെ ചന്ദ്രിക പറയാണ്, ഇന്നലെ അമ്മായിക്ക് ഷോക്കടിച്ചിരുന്നു. അത് കേട്ട് രണ്ടുപേരും ഞെട്ടാണ്. അത് കേട്ട് മഹേന്ദ്ര സാറ് വിഷമത്തോടെ ചോദിക്കുകയാണ്, ജാനകിക്ക് ഷോക്കടിച്ചെന്നോ? എന്താ മോളെ നീ പറയുന്നേ? അതേ അച്ഛാ, ഷോക്കടിച്ച് അമ്മായി ബോധം നഷ്ടപ്പെട്ട് തറയിൽ വീണ് കിടന്നു. ശ്വാസമില്ലാതെ കിടക്കുന്നത് കണ്ട് എല്ലാവരും പേടിച്ചുപോയി. അപ്പോൾ അവൾ ചെയ്ത ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും അവൾ ശ്വാസമില്ലാതെ കിടക്കുന്ന അമ്മായിയെ കണ്ട് വിഷമിച്ച കാര്യങ്ങളും അതേപോലെ തന്നെ ആരതി ചോദിക്കുന്നു, ചന്ദ്രികയെ, അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്നൊക്കെ. അമ്മായിയുടെ ഹൃദയമിടിപ്പ് നിന്നിരിക്കുക. അങ്ങനെയായപ്പോൾ ചന്ദ്രികയുടേതായ രീതിയിലുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുകയാണ്. ശ്വാസം കൊടുക്കുകയും നെഞ്ച് അമർത്തി പിടിക്കുകയൊക്കെ ചെയ്യുകയാണ്. ആ കാര്യങ്ങളും ഒക്കെ അച്ഛനോട് പറയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അമ്മായിക്ക് ബോധം വന്നത്. എങ്ങനെയോ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് ജാനകി അമ്മായിയെ രക്ഷിച്ചത്. എന്നാൽ ഇന്നലെ നീ എന്നെ രക്ഷിച്ച കാര്യം എന്നും പറഞ്ഞ് ജാനകി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചന്ദ്രിക പറയാണ്. ഇന്നലെ നീ എന്നെ രക്ഷിച്ചതായിട്ട് അച്ഛൻ പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ നല്ല സംശയം തോന്നുന്നു. ഇത്രയും നാളായിട്ട് ആ അയൺ ബോക്സിൽ നിന്നും ആർക്കും ഷോക്കടിച്ചതേയില്ല. ഒരുപക്ഷെ ആ അയൺ ബോക്സിൽ നിന്നും ഷോക്കടിക്കുന്ന രീതിയിൽ നീ എന്തെങ്കിലും ചെയ്താണെങ്കിലോ? എന്നിട്ട് ഷോക്കടിച്ച് എൻ്റെ ബോധം പോയപ്പോൾ രക്ഷിച്ചതുപോലെ നീ വന്ന് അഭിനയിച്ചു. എന്നെ അമ്മായി ഇങ്ങനെ സംശയിക്കുക അച്ഛാ, അതെനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. ജാനകി അങ്ങനെ പറഞ്ഞോ? ഈയിടെയായി അവൾ ചെയ്യുന്നത് എന്താണെന്ന് അവൾക്ക് പോലും അറിയില്ല. അപ്പോൾ ലക്ഷ്മി പറയാണ്, എല്ലാത്തിനും മേഘയാണ് കാരണം. അവളാണ് നമ്മളെ കണ്ണെടുത്താൽ കാണാത്ത രീതിയിൽ ജാനകിയെ മാറ്റിയത്. അധികം വൈകാതെ മേഘയെക്കുറിച്ച് ജാനകി തന്നെ മനസ്സിലാക്കും. അപ്പോൾ അവൾ തനിയെ നമ്മളെ അന്വേഷിച്ചു വരും. ശരിയച്ച എന്ന് പറഞ്ഞ് ചന്ദ്രിക വിഷമത്തോടെ അകത്തേക്ക് പോയി. മഹേന്ദ്രൻ സാർ പറയാണ്, പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയാണ്. മുത്തശ്ശൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പിന്നെ മുത്തശ്ശൻ, അതായത് മഹേന്ദ്രൻ്റെ അമ്മയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് പറയാണ്, നിൻ്റെ മകൻ ആഗ്രഹത്തോടെ ഉണ്ടാക്കിയ വീടാ. ഈ വീട്ടിൽ വെച്ച് വേണം എനിക്ക് മരിക്കാൻ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിന് ഞാൻ ഭാഗ്യം ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. മഹേന്ദ്രനെയും ലക്ഷ്മിയെയും മേഘ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി. ഇനി എനിക്ക് ഈ വീട്ടിൽ ജീവിക്കാനാവില്ല. അതുകൊണ്ട് ഞാൻ കാശിക്ക് പോവുക. എന്നാണോ ഈ വീട് തിരികെ മഹേന്ദ്രന് ലഭിക്കുന്നത്, അന്ന് ഞാൻ ഈ വീട്ടിലേക്ക് തിരികെ വരും.
അങ്ങനെയല്ലെങ്കിൽ കാശിയിൽ വെച്ച് തന്നെ എൻ്റെ ജീവൻ പോകും. പോവാ ഞാൻ. പിന്നെ മുത്തശ്ശൻ്റെ ബാഗൊക്കെ റെഡിയാക്കാണ്. പിന്നെ ചുവരിൽ നിന്നും ആ ഫോട്ടോയും എടുത്തു മുത്തശ്ശൻ്റെ പെട്ടിയിലാക്കി. മുത്തശ്ശിയാണെങ്കിൽ പുറത്തു നിന്നും മേഘയുടെ തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് മുടിയൊക്കെ ചീകി മുല്ലപ്പൊക്കി വെച്ചു കൊടുക്കുന്ന തിരക്കിലാണ്. അതേസമയം മനോഹരൻ അടുത്തിരുന്ന് ചായയും കുടിക്കുകയാണ്. അപ്പം മനോഹരൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് മുത്തശ്ശൻ പെട്ടിയുമായിട്ട് ഇറങ്ങുന്നത്. അപ്പം മുത്തശ്ശൻ ഇറങ്ങുന്നത് കണ്ടിട്ട് മനോഹരൻ, ചേച്ചി പുരാവസ്തു പെട്ടിയും കിടക്കയും ഒക്കെ ആയിട്ട് എങ്ങോട്ടേക്കോ ഇറങ്ങുവാണല്ലോ. എങ്ങോട്ടായിരിക്കും ചേച്ചി? ചേച്ചി അപ്പോഴാണ് കാണുന്നത്. മുത്തശ്ശി അപ്പം മേഘയോട് ചോദിക്കാണ്, എന്താ മേഘ? എനിക്കറിയില്ല. മുത്തശ്ശനെ കണ്ടപ്പോൾ എന്നൊരാക്കൽ. അപ്പം മുത്തശ്ശൻ പറയാണ്, ഞാൻ മനസ്സറിഞ്ഞ് പറയുക, നിങ്ങളാരും ഗതി പിടിക്കാൻ പോകുന്നില്ല. പിന്നെ മുത്തശ്ശൻ പറയാണ്, ലക്ഷ്മിയെ പറ്റിച്ച് ഈ വീട് നിന്റെ പേരിൽ നീ എഴുതി വാങ്ങി. വീട് മാത്രമല്ല, മഹേന്ദ്രൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എല്ലാ കമ്പനികളും അവനെ കബളിപ്പിച്ച് എഴുതി വാങ്ങി. അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്നും അപഹരിച്ച് വാങ്ങിയതൊന്നും നിലനിൽക്കില്ല. ഇപ്പോൾ നിങ്ങളൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങൾ ചെയ്ത പാവങ്ങളെല്ലാം നിങ്ങളെ വെറുതെ വിടില്ല. തീർച്ചയായും നിങ്ങൾക്ക് ഒരു ദിവസം ശിക്ഷ ലഭിക്കും. അപ്പം മനോഹരൻ മുത്തശ്ശിയെ നോക്കാണ്. മുത്തശ്ശി പോവാൻ പറ എന്നുള്ള രീതിയിൽ അഭിനയിക്കുകയാണ്. എൻ്റെ മനസ്സുരുകി ഞാൻ പറയുന്നു, നിങ്ങൾ 3 പേരും ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല. മുത്തശ്ശൻ മേഘയെ കാണിച്ചിട്ട് പറയാണ്, നീയുള്ള ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല. എന്നാണോ ഈ വീട് വീണ്ടും മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും പേരിൽ വരുന്നത്, അന്ന് മാത്രമേ ഞാൻ ഈ വീട്ടിലേക്ക് തിരികെ വരികയുള്ളൂ. ഇപ്പോൾ ഞാൻ കാശിക്ക് പോവുകയാണ്. അത് കേട്ട മുത്തശ്ശി, മുത്തശ്ശൻ അപ്പോൾ തന്നെ ഇറങ്ങി. അത് കണ്ട് മേഘ വല്ലാതെ ഇരിക്കുകയാണ്. മുത്തശ്ശൻ പുറത്തിറങ്ങിയിട്ട് ഒന്നുകൂടി ആ വീട് നോക്കുകയാണ്. എന്നിട്ട് വിഷമത്തോടെ വീണ്ടും തിരിക്കുക. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും അടുത്ത് മുത്തശ്ശൻ പോയിട്ട് പറയാം, ഇപ്പോൾ ആ വീട്ടിൽ നിന്നാൽ എന്നെ ആരും അംഗീകരിക്കില്ല. ഞാൻ വീട് വിട്ട് പോവാൻ മോനെ. എന്നാണോ ആ വീട് തിരിച്ച് നിൻ്റെ കയ്യിൽ വരുന്നത്, അന്ന് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ. അപ്പോൾ ലക്ഷ്മി മഹേന്ദ്ര സാർ പറയണം, അച്ഛാ അന്ന് ഞാൻ ബാക്കിയുണ്ടെങ്കിൽ തിരികെ വരും. അത് കേട്ട് ചന്ദ്രികയും സിദ്ധുവും വല്ലാതെ നോക്കുകയാണ്. മലരും നോക്കുകയാണ് മുത്തശ്ശൻ പോകുന്നത് കണ്ടിട്ട്. പക്ഷേ മുത്തശ്ശൻ പോകാൻ ഇറങ്ങിയ സമയത്ത് വല്ലാതെ വിഷമത്തോടെയാണ് പോകാൻ ഇറങ്ങുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. See you all.